അത് നമ്മളുടെ ഇടയിൽ തന്നെ ചില ആളുകൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പറയും ബുക്ക് എൻ്റെ വീട്ടിലേക്ക് അയക്കേണ്ട. ഞങ്ങള് 70 വയസ്സായിട്ടുള്ള ആളുകൾ വരെ പഠിക്കുന്നുണ്ട് ഇതിൽ പഠിക്കുന്നുണ്ട്. 70 വയസ്സുകാരിൽ വരെ തിങ്ക് ചെയ്യുന്നുണ്ട്, ഒരു വൃത്തിക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്, പഠിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ ജെൻസി ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ചാല് എക്സാമിന് മുന്നോടി ആയിട്ട് ഒരു മാസം മുമ്പേ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരാണ്. അവരൊരു കൊല്ലം വരെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്, ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഒട്ടുമിക്ക എല്ലാ രാജ്യത്തും ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു റിജക്ഷൻ വളരെ 0.1% മാത്രമേ യൂണിവേഴ്സിറ്റിയും ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടികൾ തുടങ്ങി. അപ്പം റീബാക്ക് വരാന്നാണോ അല്ലെങ്കിൽ അതെ, അവർ ഓൺലൈനിലേക്ക് വരും. ഓൺലൈനും ഡിസ്റ്റൻസും എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇവർക്കിപ്പം എക്സാംസ് കാര്യങ്ങളെല്ലാം വരുന്നതെല്ലാം ഡയറക്റ്റ് പോയിട്ട് ചെയ്യും. അപ്പം ഞാൻ ഡിസ്റ്റൻസിൽ ജോയിൻ ചെയ്താൽ എനിക്കിപ്പോൾ എക്സാം എഴുതണമെങ്കിൽ ഞാൻ ഒരു ഓഡിയൻസ് ഇങ്ങനത്തെവരായതുകൊണ്ട് തന്നെ അവരെ പെട്ടെന്ന് ചാക്കിലാക്കാൻ സുഖം, മീൻസ് പറ്റിക്കാൻ പറ്റുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് ഇത് വരുന്നുള്ളത്. അല്ലെങ്കിൽ ചതിക്കുഴികളിലൂടെ കൂടുതലായിട്ട് പോകുന്ന ഒരു ടീമായിരിക്കാം. ഈ മേഖലയിൽ അത്രയും ചതിക്കുഴികൾ നടക്കുന്നുണ്ട് സത്യത്തിൽ, ഈ ഓൺലൈൻ എഡ്യൂക്കേഷന്റെ പേരും പറഞ്ഞിട്ട് പറ്റിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനാരിയോ ഒക്കെ എങ്ങനെ ഈ ഒരു മേഖലയിൽ? ഒരുപാട് സംഭവിക്കുന്നുണ്ട്. കാരണം അത് സംഭവിച്ചിട്ട് വരുന്ന സ്റ്റുഡൻസിന് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. കാരണം അവിടെ പേയ്മെന്റ് അടച്ചു, അവിടെ സർട്ടിഫിക്കറ്റ് തന്നു, അല്ലെങ്കിൽ അതുമായിട്ട് ഇവിടെ പോയപ്പോൾ സർട്ടിഫിക്കറ്റ് നോക്കുമ്പോൾ രജിസ്റ്റേർഡ് അല്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടികളെടുത്ത് നമുക്ക് പറയാമല്ലോ. കാരണം ഡിസ്റ്റൻസ് മേഖലകളിൽ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കണം. ഇപ്പം ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ആയാലും ബോർഡായാലും കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് നടത്തുന്നതും കേരള സർക്കാർ നടത്തുന്നതൊക്കെ ബോർഡുകളാണ്. കാരണം നമുക്കല്ലാതെ നമുക്കൊന്നും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് യൂണിവേഴ്സിറ്റി നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. കാരണം ഡെയിലി ഇപ്പം ഗൂഗിളിൽ എൻ്റെ നമ്പർ കിടക്കുന്നുണ്ട്. ഡെയിലി എനിക്കൊരു നോർത്ത് നിന്ന് ഒരു കോൾ വരും, ഇന്ന യൂണിവേഴ്സിറ്റി പ്രോഗ്രാംസ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ റിജക്ട് ചെയ്യലാണ്. കാരണം നമ്മളെ ശരിക്കും നമ്മളിപ്പോൾ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു 3 മുറി ഷോപ്പ് പോലത്തെ യൂണിവേഴ്സിറ്റികൾ നോർത്തിൽ ഒരുപാട് കിടക്കുന്നുണ്ട്. അപ്പം അതൊക്കെ അവിടെ ഉള്ള ആൾക്കാർ അറിയാതെ ഇവിടെ ചെയ്യുന്ന ഇവിടെ ആൾക്കാർക്ക് പെട്ടെന്ന് പൈസ കൊടുത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയ ചിലപ്പോൾ സന്തോഷമുള്ള ആൾക്കാരുണ്ടോ? എനിക്ക് തന്നെ സത്യത്തിൽ മെയിൽ വരലുണ്ട്. ഞാൻ അങ്ങനെ കഴിഞ്ഞ ദിവസം മെയിൽ ചെക്ക് ചെയ്ത സമയത്ത് ഓൾറെഡി നമ്മൾ സോഷ്യൽ മീഡിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, AI കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവർ ഇങ്ങനത്തെ ഒരു ടീമിനെ തന്നെ പിടിച്ചിട്ട് എനിക്ക് വന്നത് പറഞ്ഞാൽ ഡോക്ടറേറ്റ് തരാന്ന് പറഞ്ഞിട്ട്, അവർക്ക് എനിക്ക് PG ഉണ്ടോ പോലും അവർ ചെക്ക് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. അൻസാറിന് ഡോക്ടറേറ്റ് എടുക്കാം, എത്ര 60,000 സംതിങ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നുള്ള ലെവലിലൊക്കെ. അപ്പം അതൊന്നും ഒരിക്കലും UGC അപ്രൂവ്ഡ് കാര്യങ്ങളൊന്നും ആയിരിക്കും. വിദ്യാഭ്യാസ കച്ചവടം നന്നായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്, ഒരുപാട് നടക്കുന്നുണ്ട്. കാരണം ആൾക്കാർക്ക് സമയമില്ല, ഫസ്റ്റ് ഓഫ് ഓൾ ആൾക്കാർക്ക് സമയമില്ല. അപ്പം ഇത് പെട്ടെന്ന് നടക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത്രയും സന്തോഷം തന്നെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. പക്ഷെ അതുകൊണ്ടൊരു ശാശ്വതമല്ല ഒരിക്കലും. കാരണം ഒരു ഫ്യൂച്ചറിലേക്ക് ഒരിക്കലും അത് ഉപയോഗപ്പെടുത്താൻ പറ്റില്ല. കാരണം നമ്മളടുത്ത് വന്നൊരു കുട്ടി വന്നിട്ട് ആ ഒരു ബോർഡിന് ഒരു യൂണിവേഴ്സിറ്റിക്ക് വാല്യൂ ഇല്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം നമ്മൾ അത്രയും സെലക്റ്റീവാണ്, കൊടുക്കുള്ളൂ. നിങ്ങൾ ഓൾറെഡി ഒരു ക്രൈറ്റീരിയ വെച്ച് ചെയ്തത് മാത്രമേ നിങ്ങളെ പ്ലാറ്റ്ഫോം ത്രൂ നിങ്ങൾ കൊടുത്തിട്ടുള്ളൂ. മീൻസ് മേ ബി അതൊക്കെ ആയിരിക്കാം നിങ്ങളൊരു സക്സസിലേക്ക് എത്തിച്ചിട്ടുള്ളത്. മണി മാത്രം ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരിക്കലും സക്സസ് ആവില്ല എന്നുള്ള റിയാലിറ്റി അല്ലേ? മീൻസ് നിങ്ങൾ റിയലൈസ് ചെയ്ത കാര്യങ്ങൾ. ഇപ്പം ബിസിനസ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലും എഡ്യൂക്കേഷനാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ് എന്ന് ആൾക്കാർ പറയും. പക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ അതിൽ നമ്മളെ കയ്യിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റുഡന്റ് ഫ്യൂച്ചർ പ്ലസിൽ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റുഡന്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് 100% ഹാപ്പി ആയിട്ട് ഇറങ്ങി പോകണം. നാളെ ഒരാളടുത്ത് പറയണം. കാരണം അവന് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഫ്യൂച്ചർ പ്ലസിലേക്ക് കയറി വരുന്നത് കോഴ്സ് എന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഇഷ്യൂസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസുകളും കംപ്ലയിൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളത് 100% നമ്മളത് എന്ത് ചെയ്യും, സൊല്യൂഷൻ ചെയ്യും. കംപ്ലൈന്റ് ഉണ്ടാവാതിരിക്കുന്നത് ഒരു നല്ല സ്ഥാപനത്തിന്റെ ലക്ഷണമല്ല. കംപ്ലൈന്റ് ഉണ്ടാവും, അതെങ്ങനെ നമ്മൾ ഏറ്റവും സൊല്യൂഷൻ ചെയ്യുന്നു. ഓരോ പ്രോബ്ലംസ് വരുന്ന സമയത്ത് അത് സൊല്യൂഷൻ ചെയ്യുന്ന സമയത്താണല്ലോ നമ്മളെ സ്റ്റാർട്ടപ്പ്, നമ്മുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ആകുന്നുള്ളത്. ചില ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ചീത്ത പറയും, സ്റ്റാഫിനെ വിളിച്ചിട്ട് പറയും. ഞാൻ ചില സ്റ്റാഫിന്റെ അടുത്ത് പറയും, ഇവരിങ്ങനെ പറയുന്നത് അവർക്ക് ഇതിങ്ങനെ കിട്ടില്ല. ഓരോരുത്തർക്കും ധൈര്യമായിട്ട് വരാൻ പറയും. ഓരോ പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട. ഇനിയിപ്പോൾ നമ്മളെ വന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാണെങ്കിൽ നമ്മൾ ഫീസ് അടയ്ക്കേണ്ടെന്ന് പറയും. നമ്മൾ ഫീസ് അടയ്ക്കാൻ നമ്മൾ പഠിച്ചോളി, എന്താ വേണ്ടത് നമ്മൾ ചെയ്തു തരും. കാരണം ആ കുട്ടി നാളെ പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്കത് ഏതെങ്കിലും രീതിയിൽ നമുക്കത് ബെനിഫിറ്റ് ഉണ്ടാവും. സമൂഹത്തിനൊരു ഉപകാരം ചെയ്യുന്ന ഒരാളായിട്ട് ആ കുട്ടീനെ കൊണ്ട് മാറണം. ഇപ്പം ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ, ഇപ്പം ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണ്, വീട്ടമ്മമാരായിരിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഏജ് ഉള്ള ആളുകളായിരിക്കും നിങ്ങളതിൽ തോന്ന ഓഡിയൻസ് ഉണ്ടാവും. ഇപ്പൊ ഇവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഒരുപാട് പ്രഷർ ഉണ്ടാവും, ചിലപ്പം ഹസ്ബൻഡ്മാരെ സപ്പോർട്ട് ഉണ്ടാവില്ല അല്ലെങ്കിൽ വൈഫുമാരെ സപ്പോർട്ട് ഉണ്ടാവില്ല, ഇങ്ങനൊക്കെ വരുന്ന പല ഓഡിയൻസിലുള്ള ആളുകളുണ്ടാവും. ഇവരുടെയൊക്കെ പ്രഷർ നിങ്ങളെ മേത്ത് തീർക്കാൻ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ട് ടീച്ചേഴ്സിനെ കുറിച്ച്? അവരുടെ രീതിയിലുള്ള പ്രഷർ നമുക്ക് നന്നായിട്ട് തരാറുണ്ട്. ഇപ്പൊ നമുക്കിത് ഓരോ ഘട്ടമായിട്ട് നമ്മൾ വിളിക്കും. ഇവരെ അഡ്മിൻസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഇവരാണ് കൂടുതലും ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ ഫീസ് അല്ല ഫസ്റ്റ് ചോദിക്കുക, എങ്ങനെയുണ്ട് നിങ്ങളുടെ ക്ലാസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അവരുടെ ഒരു കുറച്ചും കൂടെ പേഴ്സണലായിട്ട് കാഷ്വലായിട്ട് നമ്മൾ ചോദിച്ചിട്ടൊക്കെയാണ് ഇവരെ നമ്മൾ കൂടുതലായിട്ട് നമ്മളായിട്ട് അടുപ്പിക്കുന്നത്. ഡയറക്റ്റ് പോയിട്ട് ഫീസ് ചോദിക്കല്ല. അപ്പൊ ഇവരുടെ ഉള്ളിലുള്ള ദേഷ്യങ്ങളായാലും ചിലപ്പോൾ ആപ്പ് പെട്ടെന്ന് കിട്ടില്ല, നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല, സംഭവിക്കാം. അപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് അവർ ഷൗട്ട് ചെയ്യും. പക്ഷെ നമ്മളൊന്നും മിണ്ടുന്നില്ല, അവരുടെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഇങ്ങനെയാണ്, ഇതിന്റെ ചെറിയൊരു ലാഗ് ഉണ്ട്, ഒരു നെക്സ്റ്റ് ഡേയിൽ തന്നെ അത് ക്ലിയർ ചെയ്ത് തരുമെന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ സ്റ്റുഡൻസ് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഏജ് ഗ്രൂപ്പുള്ള ആളുകളാണ്, മേ ബി ചിലപ്പോൾ ടെക്നോളജി അധികം യൂസ് ചെയ്ത് പരിചയമില്ലാത്തവരാണ്. അവരെങ്ങനെയായിരുന്നു നിങ്ങൾ ഈ ഡിജിറ്റലൈസ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന നിങ്ങൾ ഫേസ് ചെയ്ത പ്രോബ്ലംസ് എന്തായിരുന്നു? പ്രോബ്ലംസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കുട്ടികൾ അഡാപ്റ്റ് ആവാൻ കുറച്ച് ടൈമൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നൊക്കെ അവർ നല്ല ഫീഡ്ബാക്ക് ആണ് തന്നത്. അവർക്ക് ഇതിലിപ്പോൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നോട്ടുകളൊക്കെ നമ്മൾ ആപ്പ് തന്നെയാണ്, PDF ആയാലും എല്ലാം ആപ്പ് തന്നെയാണ് കിട്ടുക. അപ്പൊ അതൊക്കെ കുട്ടികൾക്ക് കുറെ ഇപ്പൊ കംഫർട്ട് ആയി. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ആപ്പ് ഡിസ്റ്റൻസ് മേഖലയിൽ ബിൽഡ് ചെയ്യുന്ന സമയത്ത് കുറെ ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. 5 വർഷം മുന്നേ ആരും ആപ്പ് പോലും ബിൽഡ് തിങ്ക് ചെയ്യാത്തൊരു സമയത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ആപ്പിന്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഒരു കഥയായിട്ട് പറയാനുണ്ട്. കാരണം തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മളെ ഡെവലപ്പേഴ്സ് നമ്മൾ എന്താ പറയാ, ഇവിടെ കേരളത്തിൽ നമുക്ക് നല്ല ഡെവലപ്പേഴ്സിന് കിട്ടാൻ പ്രയാസമാണ്. നല്ല ഡെവലപ്പേഴ്സ് ഒക്കെ ശരിക്കും പുറത്തേക്കാണുള്ളത്. അപ്പൊ നമ്മളിവിടെ തന്നെ നമ്മളൊരു സുഹൃത്തുക്കള് സൈബർ പാർക്കിലുണ്ട്, നമ്മൾ അവരെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആപ്പ് ബിൽഡ് ചെയ്യുന്നത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഐഡിയാസ് പോലെ, കാരണം ഈ നോർമൽ ഒരു അക്കാഡമിക് ആപ്പ് ഉണ്ടാക്കാന്ന് പറയുകയാണെങ്കിൽ ബിൽഡേഴ്സിന് ഉണ്ടാക്കാൻ പറ്റും, ഡെവലപ്പേഴ്സിന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഡിസ്റ്റൻസ് മേഖലയിൽ പറഞ്ഞാൽ ഇവർക്ക് ഇത് പെട്ടെന്ന് ഒരുപാട് ഒരുപാട് ഇംഗ്ലീഷിലൊക്കെ കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മനസ്സിലാവും. കാരണം അത്രയും സിമ്പിൾ ആയിട്ട് കുട്ടികൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ക്ലിയർ ആവും. അപ്പം ഇത് അവരടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഡെവലപ്പേഴ്സിന് അഡാപ്റ്റ് ആവാൻ കുറച്ചൊക്കെ സമയം എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നിലവിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 5 or 6 അപ്ഡേഷൻ കഴിഞ്ഞു. ഇപ്പം ഒരു അപ്ഡേഷൻ നടന്ന് വിത്തിൻ ഒരു 5 to 6 days പുതിയ അപ്ഡേഷൻ ലോഞ്ച് ചെയ്യാൻ കൊണ്ടുവരാൻ പോവാ. ഒരുപാട് മാറ്റങ്ങൾ ആപ്പ് കൂടെ വന്നു. ആപ്പ് തന്നെയാണ് കുട്ടിക്ക് ഒരു ഏകദേശം 90% കാര്യങ്ങൾ ആപ്പ് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി അപ്ഡേറ്റ് ചെയ്തു വന്നു. ഓക്കെ, മറ്റൊരു ഡൗട്ടായിരിക്കും എല്ലാവർക്കും, ഇതിന്റെ ഓൾറെഡി ഉള്ള സമൂഹത്തിലുള്ളൊരു മിത്തല്ല സോറി, ഞാനൊക്കെ ഫേസ് ചെയ്യുന്ന സാധനമാണ്. ഒരുപാട് ഓൺലൈൻ കോഴ്സസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഞാനൊക്കെ ഇഷ്ടംപോലെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കംപ്ലീറ്റ് ചെയ്തോ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, എത്രത്തോളം ഇതായിട്ടുണ്ട് എന്നുള്ളത്. ഒരു സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുന്ന ഒരു ഇൻട്രസ്റ്റ് പകുതി വെച്ചിട്ട് നഷ്ടപ്പെടും. ഒന്ന്, വേറെ ആരും ബാക്കിൽ വന്നിട്ട് നമ്മൾ പുഷ് ചെയ്യുന്നില്ല, നമ്മളെ ഇൻട്രസ്റ്റ് ജോയിൻ ചെയ്തു, പിന്നെ നമ്മളത് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഒരു കേസാണ്. ഇപ്പൊ നിങ്ങള് ഡിഗ്രിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇതിന്റെ ഒരു ലൈക്ക് എത്രത്തോളം അവര് പാസ് ഔട്ട് റേഷ്യോ ആയാലും അല്ലെങ്കിൽ എത്ര കംപ്ലീറ്റേഷൻ റേഷ്യോ എത്രത്തോളം വരുന്നുണ്ട് ഇപ്പൊ ഓരോ സെമസ്റ്ററിൽ നോക്കുകയാണെങ്കിൽ? കംപ്ലീറ്റേഷൻ ഏകദേശം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ആവേശത്തിന്റെ പുറത്ത് ജോയിൻ ചെയ്യുന്നില്ല. കാരണം വേറെ കോഴ്സുകൾ പോലെയല്ല നമ്മൾ SLC +2 ഡിഗ്രി കോഴ്സുകൾ എന്ന് പറയുന്നത്. കാരണം ഒരാൾക്ക് ഇപ്പോൾ ഡിഗ്രി പഠിക്കണം എന്നുള്ള തോട്ട് വന്നു കഴിഞ്ഞാൽ അവന് ഡിഗ്രി തന്നെ പഠിക്കണം. ഇപ്പോൾ ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്ന ഒരാളറിഞ്ഞാണെങ്കിൽ അവന് കരിയറിൽ വേറെ കുറേ കോഴ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം +2 വേണ്ടവന് +2 തന്നെ വേണം, ഡിഗ്രി വേണ്ടവന് ഡിഗ്രി തന്നെ വേണം. അപ്പം ഇത് ഒരു കമ്പൽസറി സംഗതി ആയതുകൊണ്ട് അഡ്മിഷൻസിന് കുറേ ആൾ തീരുമാനിച്ച് അഡ്മിഷൻ എടുക്കാൻ പറയും. പക്ഷേ ഇത് കംപ്ലീറ്റ് ചെയ്ത് എക്സാം എഴുതി പോകുന്ന ആൾക്കാർ ശരിക്കും 100% നമുക്കില്ല. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനൊരു 30% ആൾക്കാരും എക്സാം പോസ്റ്റ്പോൺ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ എക്സാം നമ്മൾ എഴുതുന്ന കുട്ടികളിലാണെങ്കിൽ നമ്മൾ 90% നമുക്കൊരു പാസിംഗ് പെർസെന്റേജ് നമുക്ക് പറയാൻ പറ്റും. അല്ല +2 ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾ പറയുന്ന ഫീഡ്ബാക്കുകളുണ്ട്, കുട്ടികളെ ടീച്ചേഴ്സിന് അയക്കുന്ന മെസ്സേജുകളുണ്ട്. കാരണം അന്ന് നിങ്ങൾ എന്നെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ എക്സാം എഴുതിയതിനെ കൊണ്ട് എനിക്ക് ഇന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ എനിക്ക് പഠിക്കാൻ പറ്റാതെ നിർത്തി പോവുകയും. അപ്പൊ നമ്മുടെ ടീച്ചേഴ്സ് ഒരു മോട്ടിവേറ്ററും കൂടിയാണ്, നമ്മുടെ ടീച്ചേഴ്സിനോട് എപ്പോഴും പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് ടീച്ചേഴ്സ് ആണ് ഒരു എന്താ പറയാ സെലിബ്രിറ്റീസ് ആയിട്ട് മാറുന്ന ഒരു ടൈമാണ്.
അങ്ങനത്തെ സെലിബ്രിറ്റീസ് ഉണ്ടോ നിങ്ങളുടെ ടീച്ചേഴ്സ്? തീർച്ചയായിട്ടും ഇഷ്ടംപോലെ നമ്മളെ ഈ പല ഇതിലും ഇപ്പം പല ക്ലാസ്സുകളിലും കുട്ടികൾ ജോയിൻ ചെയ്യുന്ന ടീച്ചേഴ്സിനെ കണ്ടിട്ടാ അങ്ങനത്തെ ഒരു സ്റ്റേജ്. നമുക്കൊരു നീലാടൻ മാഷുണ്ട്, ഹാഷിം നീലാടൻ. അപ്പം അവന്റെ ക്ലാസ്സിന് ഭയങ്കര വ്യൂവേഴ്സ് ആണ്. ആള് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം ഭയങ്കര തമാശയും എന്റർടൈൻ ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഒരു എന്റർടൈൻമെന്റ് മേഖലയായിട്ട് മാറിയിട്ടുണ്ട് സത്യത്തിൽ. നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ബാക്കിൽ ഈ കോളേജിലൊക്കെ വരുന്ന ടീച്ചേഴ്സിന് സത്യത്തിൽ അതൊരു തിരിച്ചടിയാണ്. കാരണം അവര് ഇതുപോലത്തെ ക്ലാസ്സുകളൊന്നും കൊടുക്കില്ല. ചിലപ്പം ക്ലാസ്സുകളൊക്കെ ഈ എക്സാം വരുന്ന സമയത്ത് ചിലപ്പം ഇതുപോലത്തെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടായിരിക്കും അവർ പഠിക്കുന്നുണ്ടാവും. ഇപ്പോഴും കോളേജുകളിലൊക്കെ ഒരു ട്രഡീഷണൽ മോഡലിൽ തന്നെയാണ് ക്ലാസ്സുകൾ പോകുന്നത്. ഒരു പുതുമയോ ഒന്നും മാറ്റമൊന്നും അതുകൊണ്ടാണ് ഇന്ന് ഇപ്പം ഇതുപോലുള്ള ടെക്കുകൾ ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ കുട്ടികളത് അവർ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇന്നത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറ്റൻഷൻ സ്പാനിന്റെ അതുപോലെ തന്നെയാണ് അവർക്ക് എൻഗേജിങ് ആയിട്ട് പോകുന്ന കോണ്ടന്റുകളാണ്. പഠിക്കൽ പോലും ആ ലെവലിലാണ് അവർക്ക് താല്പര്യം. ഇപ്പൊ ടെക്നോളജി ഒക്കെ ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. ആസ് എ AI ഫൗണ്ടർ എന്നുള്ള നിലയ്ക്ക് ഞാനൊരു ചോദ്യം ചോദിക്കാറില്ല എന്തത് കണക്ട് ചെയ്തിട്ട്. ഇപ്പം AI അത്രയും ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും ഇതുവരെ AI ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? ഞങ്ങളത് കഴിഞ്ഞ 2 മാസമായിട്ട് അതിന്റെ പുറകെയായിരുന്നു. നമ്മൾ AI റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എന്ന് വെച്ചാല് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് AI റിലേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ട് ആ വീഡിയോ മേക്ക് ചെയ്തിട്ടാണ് ക്ലാസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. നൈസ്. അപ്പൊ ഒരു കോൺസെപ്റ്റ് പറയുന്നതിന് മുന്നേ അതിന്റെ ഒരു AI വീഡിയോ കാണിച്ചിട്ടാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുന്നത്. ഒരു മാക്സിമം ഒരു മിനിറ്റ് വീഡിയോ അതിൽ വ്യക്തമായിട്ട് കാണിക്കും. അതിനൊന്ന് ഇത് ചെയ്തിട്ട് വ്യക്തമായിട്ട് കാണിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ക്ലാസ്സിലോട്ട് കടക്കുന്നത്. കുട്ടിക്ക് അത് റിലേറ്റബിൾ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്നുകൂടി മനസ്സിലാക്കാൻ വിഷ്വൽ പ്രസന്റേഷൻ വരുന്ന സമയത്ത് ഒന്നുകൂടി ബെറ്റർ ആയിരിക്കില്ല അല്ലെ മനസ്സിലാക്കാൻ വേണ്ടി. എനിക്ക് തോന്നുന്നു ആരും തന്നെ ചെയ്തിട്ടുണ്ടാവില്ല ഈ ഡിസ്റ്റൻസ് മേഖലയിൽ അങ്ങനെ ഒരു സാധനം വെച്ചിട്ട് ആരും ക്ലാസ് എടുത്തതായിട്ട് എന്റെ അറിവില്ല. എവിടുന്ന് ഈ ഐഡിയാസ് ഒക്കെ കിട്ടുന്നില്ല ഇങ്ങനത്തെ വെറൈറ്റി മാത്രം ബുദ്ധിയാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസിലും അക്കാഡമിക് ഹെഡ് ആയിട്ടുള്ള ആഷിമിൻ തന്നെയാണ്. ഇന്ന് ഫ്യൂച്ചർ പ്ലസിൽ ഏകദേശം എത്ര ടീം മെമ്പേഴ്സ് ഉണ്ട്? ഏകദേശം മൊത്തം ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 200 above സ്റ്റാഫ്സ് അത്രയും ആളുകൾക്ക് നിങ്ങൾ ജോലി കൊടുക്കുന്നുണ്ട്. അത്രയും ഫാമിലീസ് 200ഓളം ഫാമിലീസിനെ നിങ്ങളെ അണ്ടറിൽ നിങ്ങൾ ഇന്ന് കൊണ്ട് നടക്കുന്നുള്ളത് സത്യം. അതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരാളുടെ മാത്രം ഫാമിലി അല്ല അവിടെ രക്ഷപ്പെടുന്നുള്ളത്. ഒരുപാട് പേർക്ക് ജോലി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് സക്സസ്ഫുൾ ആകുന്ന സമയത്ത് നടക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ 4 പേര് വെച്ച് തുടങ്ങിയത് 200 പേരിലേക്ക് ആവാന്ന് പറയുന്നത് വലിയൊരു കാര്യം. എത്തിക്കാന്ന് പറയുന്നത് ഭയങ്കര ഒരു ഗ്രോത്ത് ആണ്. എനിക്ക് വന്നൊരു തോട്ടാണ്. എന്റെ മുന്നിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് എയ്ഡഡ് കോളേജുകൾ ഗവൺമെന്റ് കോളേജിൽ കിട്ടിയില്ല. അപ്പൊ എന്റെ മുന്നിലുള്ള ഓപ്ഷൻ ഒന്ന് സെൽഫ് ഫിനാൻസ് കോളേജ് ഉണ്ട്, അല്ലെങ്കിൽ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ എടുക്കാന്നുള്ളത്. ഏതായിരിക്കും നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? ഞാൻ എൻ്റെ അടുത്ത് അങ്ങനെ സ്റ്റുഡൻറ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാം ഫസ്റ്റ് നിങ്ങൾ സെൽഫ് ഫിനാൻസ് കോളേജിൽ ട്രൈ ചെയ്യാനാണ് പറയാം. കാരണം റെഗുലർ പഠിക്കുന്നതും ഡിസ്റ്റൻസ് പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. കാരണം റെഗുലർലി പഠിക്കുമ്പോൾ അറ്റൻഡൻസ് കിട്ടും, ക്രെഡിറ്റ് പോയിന്റ്സ് ഉണ്ടാവും, അത് ഉണ്ടാവില്ല. പക്ഷെ ചില കുട്ടികളെ ഏജും ഇതൊക്കെ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും നല്ലത്. അപ്പം അതൊരു കുട്ടീന്റെ സാഹചര്യം വെച്ചിട്ട് ആയിരിക്കും. പക്ഷെ കോളേജിൽ പോയ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ സത്യത്തിൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ പോകാൻ പ്രിഫർ ചെയ്യില്ല. ഞാൻ മനസ്സിലാക്കി പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് സ്റ്റുഡൻസ് കോളേജിൽ വെറുതെ ഒരു എൻജോയ്മെന്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അവർക്ക് ഒരു 3 വർഷം കഴിഞ്ഞ് ജോബാണ് നീഡ്, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിൽ തിങ്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ അവൻ ആദ്യം പോകേണ്ടത് സെൽഫ് ഫിനാൻസ് കോളേജിൽ പോകുന്ന നിർത്തിയിട്ട് ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ എടുക്കുക. കൂടെ ഈ 3 വർഷം ടൈമിന്റെ ഉള്ളിൽ മാക്സിമം സ്കില്ലുകൾ അപ്ഡേറ്റ് ആക്കി വെക്കാം. ഞാൻ അതാ പറയാറില്ല, എന്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസിനോട് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത് മാക്സിമം സ്കില്ല് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ എന്റെ 19 വയസ്സിൽ മീൻസ് +2 കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എന്റെ കൂടെയുള്ള 15 സ്റ്റുഡൻസും ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അതൊരു 3 year ബാക്ക് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് ഇന്ന് അതിലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റി. അപ്പം സ്റ്റുഡൻസ് ഏറ്റവും ബെറ്റർ മാക്സിമം സ്കില്ല് ഉണ്ടാക്കുക. വെറുതെ സെൽഫ് ഫിനാൻസ് കോളേജിൽ പോയിട്ട് അടിയും പിടിയും അത് ഇപ്പൊ നമുക്കറിയാം, കത്തികുത്തും അല്ലെങ്കിൽ അടിയും ഭയങ്കരമായിട്ട് പ്രോബ്ലംസ് ആണ് ഇപ്പൊ കോളേജുകൾ വരുന്ന സമയത്തുണ്ട്. അപ്പൊ മാക്സിമം സ്കില്ല് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഈ 3 വർഷം കൊണ്ട് അവർക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടാവും, ഒരുപാട് സ്കില്ലും ഉണ്ടാവും, ഒരു ഡിഗ്രിയും കൂടെ ഉണ്ടാവും. അതായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യട്ടോ. മീൻസ് ഞാൻ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് എനിക്ക് തോന്നുന്നു അത് പറഞ്ഞത് കറക്റ്റ് ആണ്. കാരണം പണ്ടത്തെ ഒരു സ്ഥിതിയല്ല ഇപ്പം. ഒരു സ്കില്ലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരാൾക്ക് സെൽഫ് എന്താ പറയാ ഫ്രീലാൻസ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഇപ്പം നമ്മളെ
നാട്ടിലുണ്ട്. അതെ. അപ്പൊ നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് പോയിന്റ്സ് ആണ്. ഓക്കെ. അപ്പൊ ഇതുവരെ നമ്മൾ കുറെ സ്റ്റുഡൻസുകളൊക്കെ സംസാരിച്ചു. എനിക്ക് ഞാനൊരു ഫൗണ്ടറാണ്, സ്റ്റാർട്ടപ്പ് റൺ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, ബിസിനസ് ചെയ്തുണ്ട്. അപ്പൊ ബിസിനസ്സിൽ കുറെ ചതികൾ ഉണ്ടാവും, വഞ്ചനകൾ ഉണ്ടാവും. ഈ 5 വർഷം ഇവിടെ എത്തിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം ഉള്ള കാര്യമാണ്. ഒരു 100ഓളം സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്ത അടുത്തൊരു 5 വർഷത്തിന്റെ ഇടയ്ക്ക് അതിലൊരു 95% പോകുന്നുണ്ട്, ഫെയിൽ ആവുക ചെയ്യുന്നുള്ളത്. നിങ്ങൾ അത് സക്സസ്ഫുള്ളി അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒറ്റ ഫണ്ടിങ് ഒന്നും എടുക്കാതല്ല ഇതുവരെ പോയിട്ടുള്ളത്. അതെ, വിത്തൗട്ട് ഫണ്ടിങ്ങിൽ ഇത്രയും വരെ എത്തിച്ചു. ഇതുവരെ ഉണ്ടായതിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലി ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രോബ്ലം എന്തായിരിക്കും? ഇപ്പൊ കറന്റ് ഞങ്ങൾ ഒരു 200 സ്ക്വയർ ഫീറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു 3 LLP കമ്പനി ഉണ്ട്. ഏകദേശം ഒരു 200 എംപ്ലോയീസ് ഉണ്ട്. 10-20 സംതിങ് പാർട്ട്നേഴ്സ് ഉണ്ട് നമുക്ക്. ഫ്രാഞ്ചൈസി പാർട്ട്നേഴ്സ് ആയിട്ടും നമ്മളെ, കാരണം നമ്മൾ രണ്ടാളെ കൊണ്ട് എന്തായാലും സ്റ്റുഡൻസിന് ഇത്രയും റൺ ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കൂടുതൽ പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പൊ ശരിക്കും ഇമോഷണലി ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായതൊക്കെ നമ്മൾ വിശ്വസിച്ച് നമ്മളെ കൂടെ നിർത്തിയ ആൾക്കാർ തന്നെ നമ്മളെ ചതിച്ചിട്ട് നമ്മളെ അപ്പുറത്ത് പോയിട്ട് ഞങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ സമയത്ത് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ പഠിച്ചത്, ഞാനും ഇവനും പഠിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് ആകുമ്പോൾ 100% ബിസിനസ് തന്നെ, അത് ചിന്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ ഇമോഷണലി നമ്മൾ കൂടുതൽ രക്ഷപ്പെടുന്ന ഒരാളെ കൊണ്ടുവരാതിരിക്കലാണ് ഞങ്ങൾ ശരിക്കും പഠിച്ചൊരു കാര്യം. എന്നാൽ അങ്ങനെ ചിന്തിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ശരിക്കും സുഹൃത്തുക്കളൊക്കെ വരെ നഷ്ടപ്പെടും. പിന്നെ അപ്പൊ അവിടെ സുഹൃത്തുക്കൾ ഉണ്ടാവില്ല, അവിടെ നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ ഉണ്ടാവില്ല. അവിടെ അവര് ബിസിനസ് മാത്രമേ ചിന്തിക്കാം, ഞങ്ങൾ വന്ന് ബിസിനസ് മാത്രം ചിന്തിക്കാൻ അവരെ നമ്മൾ കൊണ്ടുവരില്ല. പക്ഷെ അത് അങ്ങനെ വന്ന് നമുക്ക് ഉണ്ടായ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ആണ് ഞങ്ങളെ ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിലെ നമ്മൾ ഓരോരുത്തരും നമ്മൾ നല്ലോണം പഠിച്ചിട്ട് ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. ഇപ്പം നിങ്ങൾ ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഫ്രാഞ്ചൈസി കൊടുക്കുന്ന സമയത്ത് നിങ്ങളെ ഫുൾ സിസ്റ്റം ആണ് നിങ്ങൾ അവർക്ക് കൊടുക്കുന്നുള്ളത്. അതായത് ഓപ്പൺ നിങ്ങൾ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന്റെ ഒരു റെപ്ലിക്കാണ് നിങ്ങൾ മീൻസ് ഒരു ഫ്രാഞ്ചൈസി ആക്കേണ്ട ഒരു ആവശ്യം. ശരിക്കും ആ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കുന്നതിന് മുന്നേ ശരിക്കും നമ്മൾ ഫ്രാഞ്ചൈസി ഞങ്ങൾ കൊടുക്കുന്നില്ല. ശരിക്കും ആക്ച്വലി ഒരു ഫ്രാഞ്ചൈസി സിസ്റ്റത്തിലേക്ക് മാറ്റിയതാണ് ഞങ്ങൾ. കാരണം ഫ്രാഞ്ചൈസി അങ്ങനെ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഏതൊരു ബ്രാഞ്ചിൽ ഒരു കുട്ടി വന്നു കഴിഞ്ഞാലും കുട്ടീന്റെ സർവീസ് കറക്റ്റ് നമ്മൾ കീപ്പ് ചെയ്യുന്ന അതേ മോഡിൽ തന്നെ പോകുന്ന നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ഫ്രാഞ്ചൈസ് ആക്കി മാറ്റിയതാണ് ഒരു സിസ്റ്റം. ശരിക്കും നമ്മുടെ ബ്രാഞ്ച് പോലെ തന്നെയാണ്, എല്ലാം നമ്മുടെ ബ്രാഞ്ച് പോലെ തന്നെയാണ്. ഇപ്പൊ ഏത് ബ്രാഞ്ചിൽ പോയി കുട്ടി പഠിച്ചു കഴിഞ്ഞാലും ഒരേപോലെ തന്നെ ഒരേ ഫീൽ ആയിരിക്കും കുട്ടിക്ക് ഉണ്ടാവും. കാരണം എല്ലാ സ്ഥലത്തുള്ള സ്റ്റാഫിനെയും നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിട്ടും ടീച്ചിങ് ഇവിടെ കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ശരിക്കും ഒരു ഫ്രാഞ്ചൈസി ബിസിനസ് തന്നെ ഞങ്ങൾ ശരിക്കും എവിടെയും മാർക്കറ്റ് ഇന്റേണലി നമ്മൾ സംസാരിച്ചപ്പോൾ ബ്രാൻഡ് ചെയ്തിട്ടില്ല. ചില ആൾക്കാർ വിചാരിക്കുന്നത് നമ്മൾ ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട്, സെല് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനെ സെല് ചെയ്യുന്ന ഒരു പോസ്റ്റർ പോലും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതായത് ഇന്റേണലി എനിക്കൊന്ന് കുറച്ച് പേർക്കെങ്കിലും ജോബ് കൊടുക്കാനും അല്ലെങ്കിൽ ഒരു സൈഡ് ഹസൽസ് ഉണ്ടാക്കാനും എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഒരു സക്സസ്ഫുൾ ബ്രാൻഡിനെ കൂടെ നിൽക്കുന്ന സമയത്ത് പോസിബിൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പം നിങ്ങൾക്ക് ഫ്രാഞ്ചൈസി എടുത്തു, അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടോ? പണി കിട്ടിയിട്ടുണ്ട്. കാരണം ഒരുപാട് പണികൾ കിട്ടിയിട്ടുണ്ട്. കാരണം അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആരെയും ശരിക്കും അറിയാത്ത ആൾക്കാരൊന്നും നമ്മളിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. പുറത്തുള്ള ആൾക്കാരെ കൊണ്ടുവരാതെ നമുക്ക് പരിചയമുള്ള നമ്മളെ സ്റ്റുഡൻസിനെ വൃത്തിക്ക് നോക്കാൻ പറ്റും എന്ന് കോൺഫിഡൻസ് ഉള്ള ആൾക്കാരെ മാത്രമേ കൊണ്ടുവന്നുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ചിന്തകൾ വേണം. കാരണം ഇത് ആ ബിസിനസ് ആണ്, ഞങ്ങളിപ്പോ മനസ്സിലാക്കുന്നത് 100% ബിസിനസ് ആണ്. ഇതില് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് യൂണിവേഴ്സിറ്റികളും ഇതും ഒക്കെ ഇതില് നിരന്തരം വരുന്നുകൊണ്ടിരിക്കും. അപ്പം ഓപ്പർച്യൂണിറ്റി തപ്പി നടക്കുന്ന ആൾക്കാർ ഇത് കുറെ ചെയ്യും. കാരണം നമ്മളെ ഓപ്പർച്യൂണിറ്റീസ് തന്നെ ഞങ്ങള് ഇതിൽ ഒരു വിഷൻ ഞങ്ങൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഞങ്ങള് ചിലപ്പം അവരെ അത് സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് പോസ്റ്റ് അത് ഉണ്ടാവില്ല. നമ്മുടെ അടുത്ത് തന്നെ 100% ജെന്യുയിൻ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി നമുക്ക് എല്ലാ ഇപ്പം ഫ്യൂച്ചർ പ്ലസ് കൊടുക്കുന്ന ഒരു ബോർഡ് ഗൂഗിൾ ജസ്റ്റ് അടിച്ചു നോക്കിയാൽ ഫുൾ ഡീറ്റെയിൽസ് സെൻട്രൽ ഗവൺമെന്റിന്റെതും ഗവൺമെന്റ് അപ്രൂവ്ഡ് മാത്രമേ ഉണ്ടാവും. അപ്പം അങ്ങനെ നമ്മൾ അടുത്ത ഓപ്ഷൻസ് തേടി പോകുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ നമ്മളെ ചതിക്കേണ്ടി വരും. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു പാർട്ട്ണറെ സെലക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ബിസിനസ്സിലും ഒരു കോ ഫൗണ്ടറെ ഫൈൻഡ് ചെയ്യാന്നുള്ളത്. നമ്മൾ കണ്ട മുതലേ ഞങ്ങള് ഇങ്ങനെ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. ആ രണ്ടാളുള്ള ബോണ്ട് 5 വർഷം കഴിഞ്ഞു. അതിന് മുന്നേ 6 വർഷത്തോളം വർക്ക് ചെയ്തു. എത്ര വർഷം ഞങ്ങൾ രണ്ടാൾ പരിചയപ്പെട്ടിട്ടുണ്ടോ?
10 വർഷത്തിന് മേലെ. അതെങ്ങനെ ഇത്രയും കാലം മാഷാഅല്ലാ ഇതുവരെ കീപ്പ് ചെയ്ത് പോയത്? അതാണ് ഞങ്ങൾക്ക് കിട്ടിയ വലിയ ഭാഗ്യം എന്നല്ലേ പറയാമല്ലോ. ഇപ്പം എന്റെ ഒരു ബ്രദറിനെ പോലെയാണ്, തിരിച്ചും അതേപോലെ തന്നെയാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്യും. എന്തുണ്ടെങ്കിലും സംസാരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തുണ്ടെങ്കിലും ബിസിനസ് ആയാലും എന്തായാലും നമ്മൾ അങ്ങോട്ട് സംസാരിച്ച് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. പല ബിസിനസ്സിലും സംഭവിക്കുന്നത് എന്താ വെച്ചാല്, ഞാൻ ചെയ്യുന്നത് മറ്റേ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, അവൻ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെടില്ല, രണ്ടാളും ചെയ്യുന്നത് ഭയങ്കരമായിട്ട് അബദ്ധത്തിൽ പോകുന്നുണ്ട്. ഫിനാൻഷ്യൽ എന്ന് പറയുന്നൊരു പാർട്ടുണ്ട്, അത് വളരെ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റണം. അത് വൃത്തിയായിട്ട് നക്കാശ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗ് സെയിൽസ് ഞാനും വൃത്തിയായിട്ട് ചെയ്യുന്നതുകൊണ്ട് ബിസിനസ് അത് ഗ്രോ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അത് വലിയൊരു വിജയമാണ്. രണ്ടാളെ സ്കില്ലിൽ ട്രസ്റ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് എന്ത് ഓനോട് പറയാം, ഓൻ എന്ത് എന്നോടും പറയാം. ആ ഒരു ഓപ്പൺ സ്പേസ് അവിടെ ഉണ്ടാവുക എന്നുള്ളതാണല്ലേ. ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് പറയാനുള്ളതാണ്, ഞങ്ങളുടെ ഈ ഒരു ചെറിയ പ്രായത്തില് ഞങ്ങൾ ഇത്രയും ഡെവലപ്പ് ചെയ്തത് ഞങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇപ്പം ഞാനൊരു ചെറിയ സ്റ്റാർട്ടപ്പ് ഫൗണ്ടറാണ്, ആകെ തുടങ്ങിയിട്ടുള്ളൂ 2 വർഷം ആകുന്നതുള്ളൂ. നോട്ടീസ് സ്റ്റാർട്ട് ചെയ്തു AI-ലാണ്. എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും, അല്ലെങ്കിൽ വളർന്നു വരുന്ന സ്റ്റുഡന്റ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനോട് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ്? നമ്മളിപ്പോ എന്തൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. അതിനെക്കുറിച്ച് നല്ല ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. അപ്പൊ ഞാനും നക്കാശും തുടങ്ങിയതിന്റെ ഒരു സ്റ്റോറി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ജസ്റ്റ് ഒരു സംസാരത്തിലാണ് വന്നത്. എല്ലാ ബിസിനസ് അങ്ങനെയാണല്ലോ, ജസ്റ്റ് ഒരു ഹുക്ക് കിട്ടുക അല്ലെങ്കിൽ അതിനൊരു ഇത് ഐഡിയ കിട്ടുക. നമ്മള് തമ്മിലൊരു സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്, എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയിൽ ഞാൻ ഇറങ്ങി ഏതിന് സ്പേസിന് വേണ്ടിയിട്ട്. എക്സിക്യൂഷൻ ഭയങ്കര ഫാസ്റ്റ്. ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള ആളാണ്. എനിക്ക് എന്തൊരു സാധനം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നടക്കണം. അത് നമ്മുടെ സ്റ്റാഫിന് അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. എന്നെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാം നോക്കുന്ന ആൾക്കാർക്ക് അറിയാതെ. അപ്പൊ ആ ഡേ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ സ്പേസ് തപ്പി. എക്സിക്യൂഷൻ ഭയങ്കര ഫാസ്റ്റ് ആണ്. നെക്സ്റ്റ് ഡേ തന്നെ അവനടുത്ത് ഞാൻ പറഞ്ഞ സ്പേസ് റെഡിയാണ് പോലും പറഞ്ഞു. കാരണം ആ സമയത്ത് നമ്മളെ കയ്യിൽ പൈസ ഇല്ല. പൈസ ഇല്ലാത്തൊരു സമയത്താണ്. അപ്പം ഞങ്ങളൊരു ഡീല് വെച്ചിട്ടായിരുന്നു ഈ സ്പേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. 200 സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് ഞങ്ങൾ ഈ സ്പേസിൽ തന്നെ 200 സ്ക്വയർ ഫീറ്റിലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഞാനും നക്കാശും അടക്കം സ്റ്റാഫ് അടക്കം 4 സ്റ്റാഫേ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റാർട്ടിങ് 2021. ആൻഡ് അത് ഒരു മാസം കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് വലിയൊരു അഡ്മിഷൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ആൻഡ് സെക്കൻഡ് മന്തിലാവുമ്പോഴേക്കും 2-3 അഡ്മിഷൻസ് വെച്ച് ഇങ്ങനെ പതുക്കെ അതിനെ കൊണ്ടുവന്നു. അതിന്റെ 3-ാമത്തെ മാസം വീണ്ടും ലോക്ക്ഡൌൺ വന്നു, ക്ലോസ് ഡൗൺ. ഞങ്ങൾക്ക് കംപ്ലീറ്റ്ലി ബ്ലാങ്ക്ഡ് ആണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞങ്ങള് ലാപ്പൊക്കെ വാങ്ങിച്ചു. അവിടെ തന്നെ വീട്ടിലിരുന്നു, കുറച്ച് ഡേയ്സിലൊക്കെ വീട്ടിലിരുന്നു എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി. അങ്ങനെ നമ്മളൊരു GMB പോലുള്ള പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് നമ്മൾ കോൾ കൺവേർട്ട് ചെയ്ത് തുടങ്ങി. ഗൂഗിൾ മൈ ബിസിനസ്സിലാണ് നമ്മുടെ ബിസിനസ് കുറച്ചും കൂടെ ഗ്രോ ചെയ്യാൻ കൊണ്ടുപോയത്. ടെക്നോളജി യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇനിയുള്ള കാലഘട്ടത്തിൽ ഇനി അതില്ലാതെ നമുക്ക് ഒരിക്കലും ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അത് പതുക്കെ ഞങ്ങൾ അങ്ങനെ വീട്ടിലിരുന്നു. പിന്നെ കുറച്ചു കാലം ഭയങ്കര ടൈറ്റായി, കംപ്ലീറ്റ്ലി ലോക്കായി. ഇങ്ങോട്ട് വരാനുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾ നേരിടുന്നുണ്ട്. പല രീതിയിൽ വിളിച്ചിട്ടും അല്ലാതെ രീതിയിലൊക്കെ ഞങ്ങൾ ബൈക്ക് എടുത്തിട്ട് വന്നിട്ടാണ് ഓഫീസിൽ ഞങ്ങൾ ഇരുന്ന് വർക്ക് ചെയ്തത്. അന്ന് നമ്മളുടെ സ്റ്റുഡൻസ് നമ്മൾ ട്രസ്റ്റ് ചെയ്ത് വന്നവരാണല്ലേ. പക്ഷെ ഗ്രാജുവലി അത് ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യമായി. കാരണം എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ചിന്തയിലായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മുടെ ഈ ഒരു ആപ്പ് ബിൽഡ് ചെയ്ത് ഞങ്ങളത് നേരെ എനിക്ക് തോന്നുന്നു 6 മാസം കഴിഞ്ഞാണ് നമ്മുടെ ആപ്പ് ശരിക്കും പറഞ്ഞാൽ ഇറക്കിയത്. കാരണം നമ്മള് നേരിട്ടൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നല്ലൊരു ഡെവലപ്പേഴ്സ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ആപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഡെവലപ്പേഴ്സ് വളരെ കുറവാണ്. പക്ഷെ ഞങ്ങളെ ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ പഠിച്ച ആളുകൾ തന്നെയാണ് സൈബർ പാർക്കിൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ നല്ല വൃത്തിക്ക് ഞങ്ങൾക്ക് അത് കാര്യങ്ങൾ ചെയ്തു. ഒരു ബഗ്ഗോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ആപ്പ്. നെറ്റ്വർക്ക് ഈസ് ദ നെറ്റ്വർക്ക് എന്നുള്ളത് ഭയങ്കര, ഞാനൊക്കെ ഏറ്റവും കൂടുതൽ മീൻസ് എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്ത സാധനം നെറ്റ്വർക്ക് ഈസ് നെറ്റ്വർക്ക് എന്നുള്ളത്. ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും എന്റെ സറൗണ്ടിങ്സിൽ എനിക്കൊരു നെറ്റ്വർക്ക് ഉണ്ടാവും. ഞാൻ മാക്സിമം കണക്ട് ചെയ്യും ആളുകളായിട്ട്. നമ്മള് കണക്ഷൻ ഉണ്ടാക്കേണ്ടത്, ഇപ്പോൾ ഓണ്ടർപ്രനേഴ്സ് ആയാലും കണക്ഷൻ ഉണ്ടാക്കേണ്ടത് നമ്മളെക്കാൾ മുകളിലുള്ള, ഞാനിപ്പോ നിങ്ങളായിട്ട് കണക്ഷൻ ഉണ്ടാക്കിയ പോലെ നമ്മളെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ഓണ്ടർപ്രനർ രീതിയിലായിട്ടുള്ള ആളുകളായിട്ട് കണക്ഷൻ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത്
ഭയങ്കര ഇതാണ്. അപ്പൊ നമുക്ക് എന്തൊരു പ്രോബ്ലം ഉണ്ടെങ്കിലും പെട്ടെന്ന് അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളുടെ ഷൂട്ട് ചെയ്ത ക്യാമറ എന്ന് പറയുന്നത് ഇന്നത്തെ M3 ഒന്നുമല്ല. അന്നത്തെ ഓപ്പോയുടെ 10,000 ഒരു ഫോണിലാണ് ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഒരു റിംഗ് ലൈറ്റ് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. വെറും ഒരു ബോർഡ്, വൈറ്റ് ബോർഡിൽ ഞങ്ങള് ക്ലാസ് എടുത്ത് തുടങ്ങി. ആ ക്ലാസ് എടുത്ത് ഒരു എനിക്ക് തോന്നുന്നു 10-20 ക്ലാസ്സോളം എടുത്തു. പക്ഷെ അത് ശരിക്കും കംപ്ലീറ്റ്ലി ഞങ്ങളത് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞു. കാരണം ക്ലാസ് അത്രയും കൊള്ളില്ല. അങ്ങനെ വീണ്ടും ഞങ്ങളുടെ അക്കാഡമിക് പ്ലാനുകൾ മാറി, ക്ലാസിന്റെ ക്വാളിറ്റി കൂട്ടി, മൊത്തത്തിൽ ഞങ്ങളുടെ ചേഞ്ചസ് ഒരു വർഷം കൊണ്ട് ഞങ്ങൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് തുടങ്ങി. പക്ഷെ ഇന്ന് ഞാൻ വന്ന സമയത്ത് ഇവിടെ 2 സ്റ്റുഡിയോ ഉണ്ട്, അറൗണ്ട് 4 ക്യാമറാസ് ഉണ്ട്, ഫുൾ ലൈറ്റ്, സ്റ്റുഡിയോ സെറ്റപ്പ്, ഒരു ഹ്യൂജ് ഗ്രോത്ത്. മാഷാഅല്ലാഹ് 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കോർപ്പറേറ്റ് ഓഫീസ് 2000 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് ഇപ്പൊ ഇതും ഞാൻ ഇവിടെ നോക്കിയപ്പോ ഫുള്ളി ഭയങ്കര സ്പേസ് ഇനിയും എക്സ്പാൻഡ് ചെയ്യാൻ. നെക്സ്റ്റ് ഇയറിൽ ഞങ്ങൾ അത് പ്ലാനിങ്ങിലാണ്. ഞങ്ങൾക്ക് കുറച്ചും കൂടെ സൗകര്യമുള്ള സ്ഥലത്ത് ഞങ്ങൾ മാറാനുള്ള പരിപാടികൾ ഞങ്ങൾ ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞു. അപ്പൊ അതിന്റെ പ്ലാനിലൊക്കെയാണ് ഞങ്ങൾ. ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ഒരു 5 വർഷം കഴിഞ്ഞാൽ എവിടെ ഉണ്ടാവും? എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാഗ് ലൈൻ ഉണ്ടല്ലോ, കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് നമ്പർ 1 ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പ് ആക്കുക എന്നുള്ളതാണ്. ഏകദേശം 2 ലക്ഷം ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഡിസ്റ്റന്റ് മേഖലയിൽ പഠിക്കുന്നുണ്ട്. അതിന്റെ ഒരു 60% ഷെയർ ഞങ്ങൾ ശരിക്കും ഓൺ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. 60% ഇല്ല ശരിക്കും പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ആ ഒരു ഇതും കൂടെ കണ്ടിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് പുതിയൊരു എൻറ്റിറ്റിയും കൂടെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സ്കിൽഡ് കോഴ്സസ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചർ പ്ലസ് സ്കിൽ മേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ ഓഫീസിന്റെ താഴെ തന്നെ ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് മോണ്ടിസോറി പോലുള്ള കോഴ്സുകൾ, മൾട്ടിമീഡിയ VFX, സ്പോക്കൺ ഇംഗ്ലീഷ്, സ്പോക്കൺ ഹിന്ദി, AI റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പേടിക്കുന്ന. അപ്പൊ അങ്ങനെ ഒത്തിരി കോഴ്സുകൾ നമ്മൾ ആ സ്കിൽ ഓറിയന്റഡ് കോഴ്സുകൾ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം AI ഒക്കെ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ AI ഇങ്ങനെ സംസാരിക്കേണ്ടതാക്കുന്നുണ്ട്. അപ്പൊ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി എവിടെയെങ്കിലും AI ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ ഓൾറെഡി? തീർച്ചയായിട്ടും ഞങ്ങളുടെ ക്ലാസിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് AI ജനറേറ്റഡ് വീഡിയോസ് ആണ്. കുട്ടിക്ക് ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് എന്താണെന്നുള്ളത് വളരെ ഷോർട്ട് ടൈമിൽ ആ ഒരു AI വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നൈസ്. സ്റ്റാർട്ടിങ് തന്നെ ഒരു AI ഹുക്ക് കൊടുത്തിട്ടാണെങ്കിൽ ആ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്രേറ്റ്, അടിപൊളി. കുട്ടികൾക്ക് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ വീഡിയോ. ഓക്കെ ഓക്കെ ഓക്കെ, നിങ്ങളിപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചു. ഇനി ഞങ്ങൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. കാരണം നിങ്ങൾ AI ഭയങ്കര റിസർച്ച് നടത്തിയിട്ടും ഒരുപാട് AI റിലേറ്റഡ് സാധനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം നിങ്ങളൊരു കൺസെപ്റ്റിൽ ഒരു ഡിസ്റ്റൻസ് ആയിട്ട്, അതായത് ഡിസ്റ്റൻസ് പറഞ്ഞാൽ നമ്മളെ ടോട്ടൽ തന്നെ വീട്ടിലിരുന്ന് പഠിക്കുക എന്നുള്ളതാണ് ശരിക്കും ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ ലേണിംഗ് ആപ്പ് വഴി കൊടുക്കുന്ന ക്ലാസ് കൊടുക്കുന്നത്. അപ്പം ഒരു AI ഈ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിന് എന്ത് മാറ്റം കൊണ്ടുവരാം? ഒരു AI റിലേറ്റഡ് ഇങ്ങനെ ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? സജഷൻ എന്താന്ന് പറയാം? ഞാൻ ഈ സ്റ്റാർട്ടപ്പ് ഇതൊക്കെ ആയതുകൊണ്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ക്ലാസ് പോലും സത്യത്തിൽ ഞാനും കുറവാണ്. ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഇപ്പം നമുക്ക് എല്ലാത്തിനും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അതായത് എക്സാമിന്റെ ഒരു കണ്ടിന്യൂസ് പാറ്റേൺസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കും. AI ആയിട്ടുള്ള ChatGPT അല്ലെങ്കിൽ ജെമിനയോ അല്ലെങ്കിൽ ഗ്രോക്കോ ഇങ്ങനത്തെ ഏതെങ്കിലും ടൂളുകൾ എടുക്കാം. ഇതിലേക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പറയാം, ഇതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു പാറ്റേൺ. ഇനി ഞാൻ ഈ വർഷം എക്സാം എഴുതാൻ പോവാണ്. എനിക്ക് ഒരു സമ്മറൈസ് ചെയ്തിട്ടുള്ള ഈ വർഷം വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് ഒരു നോട്ട്സ് ഉണ്ടാക്കി തരാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു PDF കിട്ടും. ആ PDF വെച്ചിട്ടാണ് ഞാൻ വായിച്ചു പോയിട്ട് ഞാൻ പാസ്സാവാറുള്ളത്. എന്റെ ക്ലാസ്സിൽ 3 വർഷം അല്ലെങ്കിൽ ക്ലാസ്സിൽ പോയ കുട്ടികൾ പോലും ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന PDF വെച്ചിട്ടാണ് പാസ്സാകുന്നതെന്നുള്ളതാണ് റിയാലിറ്റി. ഒരു കുട്ടികളെ സംബന്ധിച്ചോളം അവർക്കുള്ള പ്രസന്റേഷൻസ് ആയാലും റിസർച്ച് ആയാലും അസൈൻമെന്റ്സ് ആയാലും സെമിനാർ ആയാലും തുടങ്ങിയിട്ട് എല്ലാ A to Z കാര്യങ്ങളിലും ഇന്ന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? AI യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അവര് അത്രയും ടൈം എടുത്ത് മുന്നേ പോലും ചെയ്യേണ്ട ആവശ്യമില്ല. മുൻപ് ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടൈം എടുക്കുന്നുണ്ടാവും വിദ്യാർത്ഥികള്? അത്യാവശ്യം സമയം എടുക്കുന്നുണ്ടാവും. പക്ഷെ ഇന്നത്തെ കാലത്ത് AI നല്ല രീതിയിൽ ലിവറേജ് ചെയ്തെടുക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ അവനൊരു 1-2 മിനിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രസന്റേഷൻ ഫുള്ളി ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഈവൻ അതിലേക്കുള്ള കോണ്ടന്റ് ഓൾറെഡി AI വെച്ചിട്ട് തന്നെ ജനറേറ്റ് ചെയ്യാം, ChatGPT എടുക്കാം. അത് ഗാമ പോലത്തെ ടൂളുകൾ യൂസ് ചെയ്തിട്ട് പ്രസന്റേഷൻസ് ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചോളം അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് കൂടുതലാണ്. ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ആയാലും അവിടെ കുറഞ്ഞ ടൈം അവർ ഒരു പക്ഷേ സ്പെൻഡ് ചെയ്താൽ മതിയാവും. ഈ ടൈമിന്റെ ഉള്ളിൽ തന്നെ അവർക്ക് എല്ലാ സാധനങ്ങളും എന്താക്കാം
ഫാസ്റ്റ് ആയിട്ട് ലേൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഡിസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഓൺലൈനാണ് എല്ലാ ക്ലാസ്സുകളും വരുന്നത്. അപ്പം ഈവൻ ഒരു കുട്ടി ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇപ്പം ഒരു AI ഉണ്ട്, ലൈക്ക് അത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്ലാസ് റൂമിൽ എന്തൊക്കെയാണോ ടീച്ചറെ പഠിപ്പിച്ചിട്ടുണ്ടായത് അതൊരു നോട്ട്സ് ആക്കിയിട്ട് ക്ലാസ് കഴിയുന്ന സമയത്ത് ഈ AI കൊടുക്കും. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ കഴിഞ്ഞാൽ എന്താക്കാം, ആ കുട്ടിക്ക് മനസ്സിലാവും ഈ ക്ലാസ് റൂമിൽ എന്തൊക്കെയായിരുന്നു മാമ പറഞ്ഞിട്ടുണ്ടായത്, അതിന്റെ അജണ്ട, ഈ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ ജസ്റ്റ് ഒന്ന് അടുത്ത ക്ലാസ് വരുന്ന സമയത്ത് എന്താക്കി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഭയങ്കര സിംപ്ലിഫൈ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് AI അവൈലബിൾ ആണ്. അൻസാറിന്റെ ഒരു ചോദ്യം കൂടെ, ഇപ്പം അൻസാറിന്റെ ഒരു മിഷൻ ഉണ്ടായിരുന്നു 1 lakh സ്റ്റുഡൻസിനെ AI പഠിപ്പിക്കുക എന്നുള്ളത്. അതിൽ 28,000 സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ തോട്ട് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുക എന്നുള്ളത് എങ്ങനെ വന്നൊരു ഐഡിയ ആണ്? ഇത് പഠിച്ചുകൊണ്ട് എന്താണ് അൻസാറിന്റെ ഒരു ബെനിഫിറ്റ് എന്താണ്? ഞാൻ 2022 കോളേജിൽ, ഞാൻ ഓൾറെഡി ഡിഗ്രി ഇപ്പം പാസ് ഔട്ട് ആയിട്ടല്ലോ. അപ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത്, ഫസ്റ്റ് ഇയർ കഴിഞ്ഞു സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ആ ഒരു ടൈമിൽ തന്നെ ഒരു സെക്കൻഡ് കോവിഡ് പാൻഡമിക് വന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓൺലൈൻ എഡ്യൂക്കേഷനൊക്കെ പിന്നെ ഓൺലൈനിലേക്കായി, അതായത് റെഗുലർ ഡിഗ്രി വരെ ഓൺലൈനിലേക്കായി. അപ്പോൾ ഞങ്ങൾ കോളേജിൽ SQC എന്ന് പറഞ്ഞ ക്ലബ് ഉണ്ട്, ഞങ്ങളിങ്ങനെ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്തു AI കുറിച്ച് ഒരു സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അന്ന് എന്നോട് ടീച്ചർ ചോദിച്ചു, അൻസാറിന് AI സെഷൻ എടുക്കാൻ പറ്റുമോ? ഓൾറെഡി ഞങ്ങൾ കുറെ റിസോഴ്സ് പേഴ്സൺസിനെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ കേരളത്തിൽ അത്ര അവൈലബിലിറ്റി കുറവായിരുന്നു ആ ടൈമിൽ. അങ്ങനെ ഞാനൊരു സെഷൻ എടുത്തു, അതിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തു. സാർ അത് യൂണിവേഴ്സിറ്റി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തു. അങ്ങനെ അത് ഭയങ്കര സ്പ്രെഡായി, നല്ല ഫീഡ്ബാക്കുകൾ കിട്ടി. ഞാൻ ആദ്യമായിട്ടാണ് അന്ന് സെഷൻ എടുക്കുന്നത്. അപ്പം ഞാൻ എനിക്കറിയുന്ന കുറെ കാര്യങ്ങളായിരുന്നു സെഷനിൽ ഷെയർ ചെയ്തത്. അപ്പം ഭയങ്കര ഫീഡ്ബാക്ക്, ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ മെസ്സേജുകൾ വന്നു. അങ്ങനെ എന്നെ 10ാം ക്ലാസ് പഠിപ്പിച്ചൊരു ടീച്ചർ ഉണ്ടായിരുന്നു, മിസ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തത്. അപ്പൊ മിസ് എന്നെ പ്രോഗ്രാം കഴിഞ്ഞാൽ വിളിച്ചു, സാർ അടുത്തൊരു സെഷൻ ഞങ്ങളെ കോളേജിൽ എടുക്കാൻ പറ്റുമോ ചോദിച്ചു, മഹലാറ വുമൻസ് കോളേജിൽ. അങ്ങനെ ഞാൻ അവിടെ പോയി സെഷൻ എടുത്തു. അവിടെ നല്ല ഫീഡ്ബാക്ക്. പിന്നീടാണ് മനസ്സിലായിട്ടുള്ളത് ഇതിന്റെ ഒരു നോളജ് ആർക്കും ഇല്ല എന്നുള്ളത്, അല്ലെങ്കിൽ മലയാളികളുടെ ഇടയിൽ കുറവാണെന്നുള്ളത്. ഇപ്പോഴാണ് പിന്നെയും ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ടായത്. അപ്പം ഞാൻ മനസ്സിലാക്കി, ഞാൻ ഒരു മാർക്കറ്റിംഗ് ഏജൻസി ഒക്കെ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്റെ വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാൻ ഓൾറെഡി അന്നൊരു എംപ്ലോയി ആണ്, ഞാൻ ഒരു ഏജൻസി റൺ ചെയ്യുന്നുണ്ട്. ആസ് എ സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അസൈൻമെന്റ്, സെമിനാർ, പ്രൊജക്ട്, ഈ സാധനങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ഞാൻ ഇത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നു. ടീച്ചേഴ്സിന് ക്ലാസ് റൂമിൽ വന്നില്ലെങ്കിലും പെട്ടെന്ന് സാധനങ്ങളൊക്കെ അനുസരിച്ച് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ പ്രശ്നമല്ല. അപ്പൊ ഞാനിത് ചെയ്യുന്നതുകൊണ്ട് എന്റെ സ്റ്റുഡൻസ് ചോദിച്ചു, അപ്പൊ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. പിന്നെ ഇത് ടീച്ചേഴ്സ് നീഡാക്കി, ടീച്ചേഴ്സ് അങ്ങോട്ട് ഒന്ന് ചോദിച്ചു, അവർക്ക് കൂടി അറിയണം എന്നുള്ള ലെവലിൽ പിന്നെ ഇത് കോളേജിൽ മൊത്തം കൊടുത്തു. അങ്ങനെയാണ് റിയലൈസ് ചെയ്തിട്ടുള്ളത് ഇതൊരു ബിഗ് പ്രോബ്ലം തന്നെയാണ്. നമ്മളെ പ്രശ്നം പറഞ്ഞാൽ എത്ര ടെക്നോളജി വന്നു കഴിഞ്ഞാലും നമ്മൾ അഡാപ്റ്റ് ചെയ്തെടുക്കാൻ കുറഞ്ഞ സമയം എടുക്കും നമ്മൾ മലയാളികൾ. അപ്പം അങ്ങനെ ഞാൻ ഒരു നീഡ് മനസ്സിലാക്കി. അങ്ങനെ ഞാൻ കഴിഞ്ഞ 2024 ഓഗസ്റ്റ് 24 കോളേജിൽ വെച്ചിട്ടാണ് ഞാൻ മിഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു ലക്ഷം ആൾക്കാരെ AI പഠിപ്പിക്കാം എന്നുള്ളത്. പക്ഷെ നമുക്ക് ഒരു വർഷം കൊണ്ട് അറൗണ്ട് 30,000 ആളുകളാണ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു ബിഗ് അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് 2025 ജനുവരിയിലായിരുന്നു 1 million പ്രോംപ്റ്റേഴ്സ് ഉള്ള പ്രൊജക്റ്റ് ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ അതിന്റെ 2024 ആഗസ്റ്റിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഗ്യാപ്പ് തന്നെ നമ്മൾ 10,000-24,000 ആളുകൾ കവർ ചെയ്തു. ആൻഡ് ഈ ഒരു ടൈം ആയപ്പോൾ നമ്മൾ 10,000-30,000 ആളുകൾ കവർ ചെയ്തെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ദുബായ് സർക്കാർ അനൗൺസ് ചെയ്യുന്നതിന്റെ ഒരു 6 month ബാക്ക് തന്നെ നമുക്ക് ആ പ്രൊജക്ട് അനൗൺസ് ചെയ്തു. ഈ ഒരു നീഡ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ ടൈമിൽ തന്നെ അനൗൺസ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് അതിലെ മാർക്കറ്റിലേക്ക് എൻ്റർ ആവാൻ പറ്റി എന്നുള്ളത് തന്നെ ഭയങ്കര അച്ചീവ്മെന്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു കുറച്ച് ആളുകൾക്കെങ്കിലും ഒരു ഇമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റിയെന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നു. ഓക്കെ, ഗുഡ്. ഇപ്പം ഞാൻ വേറൊരു കാര്യം കണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഒരുപാട് AI ആപ്പുകൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ അവൈലബിൾ ആണ്. ഇപ്പം അൻസാറിന്റെ ഒരു ഇതിൽ സജഷൻസ് എന്ന് പറയാൻ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഏതാണ്? ജെമിനി ആണോ അല്ലെങ്കിൽ ChatGPT ആണോ? ഡിപ്പെൻസ് ഓൺ വർക്കിനനുസരിച്ച് മാറിയിരിക്കും. അതായത് നമ്മളിപ്പം എന്ത് വർക്കിനാണോ വരുന്നുള്ളത് അതിനനുസരിച്ചാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പം ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നുള്ളത് ChatGPT തന്നെയാണ്. എനിക്ക് എൻ്റെ ഓൾമോസ്റ്റ് വർക്കുകൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാനായാലും മാനേജ് ചെയ്യാനായാലും ChatGPT തന്നെ ഓൾമോസ്റ്റ് സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. ഈവൻ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ കോളേജിൻ്റെ ആയാലും സ്റ്റാർട്ടപ്പിൻ്റെ ആയാലും ക്ലാസ് എടുക്കാൻ പോകുന്നതിൻ്റെ ആയാലും ഇത് മൊത്തം മാനേജ് ചെയ്യുന്ന ChatGPT വെച്ച് തന്നെ പോസിബിൾ ആണ്. പിന്നെ ജെമിനി യൂസ് ചെയ്യുന്നുണ്ട്, ഗ്രോക്ക് യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പല ടൂൾസുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ChatGPT തന്നെ ഓൾമോസ്റ്റ് സാധനങ്ങൾ നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത്. പക്ഷെ ഇന്ന് 1000-കണക്കിന് ലക്ഷക്കണക്കിന് ടൂൾസുകൾ അവൈലബിൾ ഉണ്ട്. പക്ഷെ നമ്മൾ അതിൽ നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വേണ്ട ഏതാണെന്നുള്ളത് ഫൈൻഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാന്നുള്ളത്. എല്ലാം ഒരിക്കലും പോയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന്റെയൊക്കെ ലൈക്ക്
ഓൾമോസ്റ്റ് എല്ലാ സാധനവും ചിലപ്പോൾ ChatGPT തന്നെ അവൈലബിൾ ആയിരിക്കും. ഇപ്പം ChatGPT ഫോൾഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കസ്റ്റം GPT എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ആൻഡ് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഒരു ഏജന്റ് ഓപ്ഷൻ. ഇപ്പൊ എന്റെ ലിങ്ക്ഡിനിലൊക്കെ മെസ്സേജസ് റെസ്പോൺസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയിട്ടാൽ മതി, ബാക്കി അത് പോയിട്ട് ചെയ്തോളും. അപ്പം മീറ്റിംഗ്സ് ഷെഡ്യൂൾ ചെയ്യാനായാലും പിന്നെ റിസർച്ച് ചെയ്യാനായാലും കോമ്പറ്റീറ്റർ സ്റ്റഡി ആയാലും അങ്ങനെ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് സാധനങ്ങൾക്ക് തന്നെ ChatGPT തന്നെ ധാരാളം. ഒരു കോമൺ മാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ആള് ChatGPT തന്നെ എക്സ്പേർട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പോസിബിലിറ്റീസ് അവിടെ വരുന്നുള്ളത്. ഫ്രീ യൂസ് ചെയ്യുന്നതിനപ്പുറമായിട്ട് ഗോ എന്നുള്ളതുണ്ട്, പിന്നെ അതിന്റെ പ്രീമിയം ഉണ്ട്. പ്രസ് ഒന്ന് എടുത്ത് നോക്കുക, ആകെ 2000 രൂപ മാസം വരുന്നുള്ളൂ. പക്ഷേ 2000 രൂപക്ക് നമ്മളൊരു 3-4 ആൾക്കാർക്ക് ജോലിക്ക് വെക്കുന്നതിന്റെ തുല്യം ഈ 2000 രൂപക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത്രയും പോസിബിലിറ്റീസ് ആണ് അവിടെ എടുക്കുന്നുണ്ട്. ഇപ്പം സ്റ്റുഡൻസിന്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ChatGPT എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അപകടമാണോ ശരിക്കും പറഞ്ഞത്? ഒരിക്കലും ChatGPT നമ്മളെ മുകളിൽ കയറ്റി വെക്കരുത്. നമ്മളുടെ ഒരു കോഫൗണ്ടർ ആയിട്ടല്ല, നമ്മളൊരു അസിസ്റ്റന്റ് ആയിട്ട് ChatGPT ആയാലും ഏത് AI നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഇതിന്റെ മുകളിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ അതായിരിക്കും കിങ്. നമ്മളിവിടെ കിങ് ആവണം. നമ്മളൊരു അസിസ്റ്റന്റ് ആയിട്ട് എനിക്കിപ്പം ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കണം, നമ്മൾ അതിനോട് പറയാം. നമ്മളൊരു അസിസ്റ്റന്റിനോട് എങ്ങനെയാണ് പറയുന്നത് ആ രീതിയിലായിരിക്കണം ഇതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആ സമയത്ത് എനിക്ക് എന്താണ് നീഡ് അത് മനസ്സിലാക്കിയിട്ട് ഞാനൊരാൾ ജോലിക്ക് വെച്ചതുപോലെ ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പൊ നമുക്കൊരു കൂടുതൽ ഇൻപുട്ട് തരാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പ്ലസ് പോയിന്റ് തരാൻ വേണ്ടിയിട്ട് എന്താക്കാം ഇതിനെ യൂസ് ചെയ്യാം. ഫുള്ളി ബൈ ഹാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അവന്റെ മെന്റൽ ഹെൽത്തിനെയും അല്ലെങ്കിൽ തിങ്കിങ് എബിലിറ്റിനെയും ഒക്കെ ഇത് ബാധിക്കും. പക്ഷെ ഇതിന്റെ കൂടി എന്താ പറയാ ഡിസിഷൻസ് എടുത്ത് പോയിന്റ്സ് എടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവന് പ്ലസ് പോയിന്റ് ആണ്. ഒരിക്കലും അത് ത്രെട്ടാക്കി മാറ്റാതെ ഇത് യൂസ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും നമ്മളത് ത്രെട്ടാണോ അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ആണോ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത്. കേരളത്തിലെ ഫസ്റ്റ് ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. 5 വർഷം കൊണ്ട് ഇവിടം വരെ എത്തി നിൽക്കുന്ന സമയത്ത് ഒരുപാട് സ്റ്റോറീസിലൂടെയാണ് അവരൊക്കെ പോയിട്ടുള്ളത്. 5 വർഷത്തെ ജേണിയിൽ അവരെടുത്തിട്ടുള്ള സ്ട്രഗിൾസും അവരനുഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളും അതൊക്കെയാണ് ഇന്ന് ഒരു വിജയത്തിലേക്ക് എത്തിച്ചുള്ളത്. പിഷാരടിനെ ബ്രാൻഡ് അംബാസഡർ ആക്കി കൊണ്ടുവരുന്നതായാലും 1 ലക്ഷത്തോളം വിദ്യാർത്ഥികളിലേക്ക് എഡ്യൂക്കേഷൻ എത്തിക്കാൻ പറ്റുന്നതായാലും 10ഓളം ഫ്രാഞ്ചൈസീസ് ആയാലും 4ഓളം യൂട്യൂബ് ചാനലുകളായാലും 30,000-ലേറെ വിദ്യാർത്ഥികൾ ഇന്ന് പഠിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു മൊമെന്റിലേക്ക് എത്താൻ പറ്റിയെന്നുള്ളത് അതും കേരളത്തിൽ നിന്ന് കോഴിക്കോട് ആസ്ഥാനമായിട്ട് എമറാൾഡ് മാളിലാണ് ഇവരുടെ ഓഫീസ് വന്നുകൊണ്ടിരിക്കുകയുള്ളത്. ഇവിടെ നിന്നിട്ടാണ് ഈ ഫുൾ ഓപ്പറേഷൻസ് ചെയ്തിട്ട് ഇത്രയും ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നമ്മുടെ മലയാളികൾക്ക് തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി അവർ വളർത്തിയെടുത്തിട്ടുള്ളത്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് കീഴടക്കാനുണ്ട്. അടുത്ത ഒരു 5 വർഷം കഴിഞ്ഞ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ 10 മടങ്ങുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ വരുന്ന സമയത്ത് ഇനിയും ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആൻഡ് ഡിജിറ്റൽ ലോകത്തേക്കായാലും അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെക്ടറിലായാലും ഒരുപാട് മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നുള്ളത്. ഒരുപാട് പേരുടെ ജോലിയിലായാലും അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ മാറ്റം കൊണ്ടുവരുത്താൻ വേണ്ടിയിട്ട് ഇവരുടെ ഒരു ചെറിയ പ്രസ്ഥാനത്തെ കൊണ്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏജ് ഒരു ബാരിയർ അല്ലാതെ എഡ്യൂക്കേഷൻ ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അവർക്കൊക്കെ പഠിക്കാനുള്ള ഒരു അവസരം ഫ്യൂച്ചർ പ്ലസിലൂടെ അവർ ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഒരു ബിഗ് അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ നമ്മളെ മലയാളികൾക്കും നമുക്കൊക്കെ അഭിമാനിക്കാൻ വേണ്ടി പറ്റും. സോ പഠിക്കാൻ ആഗ്രഹിക്കുന്ന +2 SLCയും അല്ലെങ്കിൽ പഠനം ഒരു വഴിയിൽ ഉപേക്ഷിച്ച് പോയവർക്ക് അത് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അതാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി. താങ്ക് യു സോ മച്ച്.